നമ്മുടെ മലയാളികൾക്കെല്ലാം വലിയ അഭിമാനമായി മാറിയ കുഞ്ഞ് ആബിർഭവ് നമ്മളോടൊപ്പം ഉണ്ട്. ഒപ്പം തന്നെ ഒരു വലിയ സർപ്രൈസ് കൂടിയുണ്ട്, ഒരു വലിയ സന്തോഷം കൂടിയുണ്ട്. അവനിന്നുള്ളത് നമ്മുടെ ചിത്ര ചേച്ചിക്കൊപ്പമാണ്. ഇത്രയും വലിയ, ഇതിലും വലിയൊരു ഭാഗ്യം ആബിർഭവിന് കിട്ടുമോ എന്ന് ചോദിച്ചാലില്ല. കാരണം ഇപ്പോൾ മടിയിലൊക്കെ ഇരിക്കാൻ പറ്റുന്നുണ്ട്, ചിത്ര ചേച്ചിയോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നു. എങ്ങനെയുണ്ട്? നല്ല രസം. ചിത്ര ചേച്ചിയോട് സംസാരിക്കുകയൊക്കെ ചെയ്തില്ലേ? സംസാരിക്കുകയൊക്കെ ചെയ്തു. ഫാമിലി ആയിട്ട് ഫുള്ളും സംസാരിച്ച് നല്ലൊരു രസം. ഇതുവരെ എൻ്റെ അടുത്തൊന്നും സംസാരിച്ചില്ല. വിശേഷമൊക്കെ പറഞ്ഞോ ചേച്ചിയെടുത്ത്? ഈ അവിടെ പോയി മത്സരിച്ചത്, അവിടെ ഉള്ള ആളുകളുടെ ഇത് സമ്മാനം കിട്ടിയതൊക്കെ ചേച്ചിയെടുത്ത് പറഞ്ഞോ? ഹിന്ദിയൊക്കെ എങ്ങനെയാ പഠിച്ചതെന്ന്, ഫ്ലുവൻ്റ് ആയിട്ടൊക്കെ സംസാരിക്കുന്ന കണ്ടു. അപ്പൊ എങ്ങനെ ഹിന്ദി പഠിച്ചാൽ ഉത്തരം തരൂ? ഹിന്ദി പഠിച്ചത് ഞാൻ എല്ലാവരുടെ കൂടെ കണ്ടും എല്ലാവരും പറയുന്നത് കേട്ടും പഠിച്ചതാ. അത്രേ ഉള്ളൂ. വേറെ ആരുടെ പോയി പഠിച്ചൊന്നുമില്ല. ഇല്ല അല്ലേ? ഏറ്റവും ടഫ് കോമ്പറ്റീറ്റർ ആരായിരുന്നു അവിടെ? നമുക്ക് വലിയ മത്സരം തന്ന ആളാരായിരുന്നു അവിടെ? നമ്മുടെ ഫ്ലവേഴ്സിലൊക്കെ പാടി, ഫ്ലവേഴ്സിലൊക്കെ വലിയ താരമായി മാറിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. ഫ്ലവേഴ്സിലെ അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നു. ഫ്ലവേഴ്സിലെ അനുഭവം ഒക്കെ നല്ല രസമായിരുന്നു. എല്ലാവരും ജഡ്ജസും എല്ലാം ഒരു കോമഡിയൊക്കെ ആയിരുന്നു. എല്ലാവരും ആങ്കേഴ്സും എല്ലാം നല്ലൊരു രസമായിരുന്നു. പിന്നെ അവിടുത്തെ എല്ലാവരും ഒക്കെ ഭയങ്കര ഇതായിരുന്നു. പിന്നെ ടോപ്പ് ബാൻസും എല്ലാം സൂപ്പർ ആയിരുന്നു. ചേച്ചിയെ കുറിച്ചും കൂടെ പറയൂ. ചേച്ചിയുടെ പേരെന്താണ്? ചേച്ചിയുടെ പേര് അന്യവിഞ്ഞാണ്. പഠിക്കുന്നത് 12ാം ക്ലാസ്സിലാണ്. അപ്പോൾ എന്നെ കുറേ ദിവസമായിട്ട് ഫസ്റ്റ് തൊട്ട് തന്നെ കോഡ് വിളിച്ച് പഠിപ്പിക്കുമായിരുന്നു ചേച്ചി. അപ്പം അങ്ങനെയൊക്കെ പഠിപ്പിച്ച് എന്നെ ലാസ്റ്റ് വരെ എത്തിച്ച് അങ്ങനെയാക്കി. ചേച്ചി ഇപ്പോൾ നമ്മുടെ കുഞ്ഞ് ആവിർഭവ് ഇവിടെ നിന്ന് പോയി പുറത്തൊക്കെ പോയി ഹിന്ദി അറിയാത്ത, ഹിന്ദി ഭാഷ അത്ര വഴങ്ങാത്ത ഒരാൾ അവിടെ പോയി, ഒരു കുഞ്ഞ് അവിടെ നിന്നും കയറി വരുന്നു പറയുമ്പോൾ നമുക്കൊരു വലിയ അഭിമാനം തന്നെ. തീർച്ചയായിട്ടും ഏറ്റവും സന്തോഷം എന്ന് എനിക്ക് നമ്മുടെ മെഡ്രാസിലൊക്കെ തന്നെയുള്ള വലിയ വലിയ മ്യൂസീഷ്യൻസ്, നമ്മുടെ റെക്സ്മാഷ്, വയലിനിസ്റ്റ് റെക്സ്മാഷ് ഒക്കെയാണ് ഈ മോൻ്റെ വീഡിയോസ് എനിക്ക് ആദ്യം ഫോർവേഡ് ചെയ്ത് തന്നത്. ഞാൻ ഫ്ലവേഴ്സിൽ കുഞ്ഞായിരിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, അവൻ്റെ പാട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഇവിടെ ഇതിൽ ഹിന്ദിയിൽ പോയ ശേഷമാണ് എനിക്ക് ഒരുപാട് പേര് ഫോർവേഡ് ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പം ആവിർഭവൻ്റെ ഒരുവിധം എല്ലാ വീഡിയോസും കാണുന്നുണ്ട് ഞാൻ. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ചേച്ചി ഒന്ന് പാടിക്കൊടുത്തൂടെ? മോൻ ഇഷ്ടപ്പെട്ട ഒരെണ്ണം പാടിക്കാം. चांद छुपा बादल में शर्मा के मेरी जाना सीने से लग जा तू बल के मेरी जाना. അടിപൊളിയായിട്ടുണ്ട്. ഒരു മലയാളം പാട്ട്. കള്ളിപ്പൂങ്കുയിലെ കന്നിത്തേൻ മൊഴിയിൽ കാതിൽ മെല്ലെ ചൊല്ലുമോ കാവതി കാക്കതൻ കൂട്ടിൽ മുട്ടയിട്ടൊരു കാനനം നീളെ നീ പാറിപ്പറന്നൊരു കള്ളം പറഞ്ഞതെന്തേ കള്ളിപ്പൂങ്കുയിലെ കന്നിത്തേൻ മൊഴിയിൽ കാതിൽ മെല്ലെ ചൊല്ലുമോ. ഇപ്പോ അവാർഡൊക്കെ വാങ്ങിച്ചു വന്നതല്ലേ, അപ്പോ ചിത്ര ചേച്ചി എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തരണ്ടേ? ഒരു സന്തോഷത്തിന് ഒരു പാട്ട് ചോദിച്ചേ. കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ ചേരുമോടക്കുഴലിൻ്റെ ഉള്ളിൽ വീണുറങ്ങുന്നൊരു ശ്രീരാഗമേ നിന്നെ പുൽകിയുണർത്താൻ മറന്നു കണ്ണൻ. കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ ചേരുമോടക്കുഴലിൻ്റെ ഉള്ളിൽ വീണുറങ്ങുന്നൊരു ശ്രീരാഗമേ നിന്നെ പുൽകിയുണർത്താൻ മറന്നു കണ്ണൻ. കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ. വലിയ ഉയരങ്ങൾ കീഴടക്കട്ടെ, നല്ല മിടുക്കനായിട്ട് കയറി വരട്ടെ എന്ന് ആശംസിക്കുന്നു. ക്യാമറമാൻ നിഖിലിനൊപ്പം എസ് ശ്രീകാന്ത്, 24 കൊച്ചി.